പിള്ളച്ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ, ഒരത്യാവശ്യ കാര്യമാ. എന്തെന്ന് ചോദിച്ചു, കാലത്തെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം എന്താ? ഞാനിങ്ങ പോരുകയും ചെയ്തു. ഇത്തിരി ദുരുഷമുണ്ട്, ചെല്ലട്ടെ. എനിക്ക് മൊത്തമായി കിട്ടിയില്ല, ഞാൻ പള്ളിക്കുട്ടി പോകുമ്പോ മേടിച്ചോളാം. എന്താ കൊത്തുന്ന മുഖത്തൊരു വാട്ടം? തങ്കച്ച് വന്നില്ലയോ? എന്താ അവള് ചീത്ത പറഞ്ഞോ? കൊഞ്ചം നീ വിളമ്പിയോ? ഞാൻ തീർന്നിട്ട് വരാം. എനിക്കിന്നങ്ങ് രസിച്ചു. മുതലാളി തൊഴിലാളിയായല്ലോ. നിനക്കേടെ പലതും രസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കൊട്ടുടി എവിടെയെല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതയാൾ അപ്പനെ കാണാൻ വന്നതാ. അപ്പനില്ലാത്ത നോക്കി അപ്പനെ കാണാൻ വരിക. മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് വരിക്കരുത്. അപ്പു, നീ ഒന്ന് വെറുതെ ഇരിക്കും. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. അയാൾ എന്നെ കാണാൻ വന്നതാ. ആർക്കാ ചേതം? അത് ഞങ്ങളുടെ ഇഷ്ടമാ. നിങ്ങളുടെ ഇഷ്ടം? തങ്കേ എന്താ പേടിപ്പിക്കുന്നു? ഞാനാരും പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പു, നിന്റെ പാതിനോ? അപ്പു വന്ന് ചോറുണ്ടപ്പു. വേണ്ട, നീ ആ കൊട്ടുടി കൊണ്ടു കൊടു. അയ്യേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ അപ്പുനെ ചൊടിപ്പിക്കാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം. അപ്പു, എന്റെ അപ്പുന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. വാ അപ്പു, എന്റെ അപ്പു അല്ലേ, വാ വന്ന് ചോറുണ്ണ്. അപ്പു വന്ന് ചോറുണ്ണ്, ഇന്ന് ഞാൻ കരയും. ഗണപതേ നമ. എന്താ ചേട്ടാ? ശാന്തമായിരിക്കൂ, ശല്യപ്പെടുത്താതിരിക്കൂ. ഞാൻ കാണട്ടെ. അതാ അതാ അതാ. ഏതാ? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നു. ഈ ഗോപാലഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ സംഭവിക്കുകയില്ല. പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ. ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അറിയാവോ? നാണി എന്ന ഭാര്യ എന്ന സ്ത്രീ. കനകം, സ്വർണം, പൊന്ന്, തങ്കം, തങ്ക തങ്ക എന്ന പ്രതിയുടെ ഏറൽപ്പം കുറഞ്ഞിട്ടില്ലേ? എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ. അതാ അതിന്റെ കാര്യം. ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണേ അനുഭവപ്പെടും. ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം. ഉള്ളതാണോ ചേട്ടാ? സംശയം അരുത് ബാലക. ഒന്നുകൂടി ഒഴിക്കൂ. എടാ ഊപ്പേ, ആ കാശ് കിട്ടാ. എന്താണെന്ന് വന്നവനെ വരട്ടുന്നത്? കാശില്ലെങ്കിൽ ആ ബീനോട് വെച്ചര്. നീ തീരെ കിട്ടുന്നില്ല അണ്ണാ. പിന്നെ നിന്റെ ഇരിക്കുന്നത് എന്തുവാ? മാനാന്നോ? കാലത്ത് തുടങ്ങി പരിധി നടന്നിട്ട് ആകെ കിട്ടി. കൊണ്ടുവാ. ആ, നിന്റെ പറ്റിൽ ഒരു 3 രൂപ വരെ വെച്ചേക്കാം. അയ്യോ, അതിൽ 5-8 രൂപയ്ക്കുള്ള മീനുണ്ട്. ആ ഓർഡർ 5 രൂപ.
നഷ്ടമാണ്. നിനക്കിപ്പോ വേണോ? അതിനാ വന്നത്. ആ. അല്ല ഒന്നും കൂടി. ആ വന്നാട്ടെ വന്നാട്ടുള്ള ചേട്ടാ. വെള്ളച്ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇരുന്നാട്ടെ. നീ ഒഴിച്ചോ, ഒഴി ഒഴി. എന്താടാ നീ മീൻ കച്ചവടം തുടങ്ങി? അയ്യോ എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഇല്ല പോയവന്റെ ഒന്ന് പൊന്നുമല കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിട്ടാ? ആർക്കാ? ചേട്ടന്. അല്ലാതെ ആർക്കാ? ചേട്ടന് മീൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്കെന്തിനാ? എനിക്ക് വീടോ കൂടിയോ ഒറ്റ ഉണ്ടോ? വെച്ച് തരാൻ ആളുണ്ടോ? ആരാ നീ ഒന്നുകൂടെ ഒഴിക്ക്. അയ്യോ എന്റെ ചേട്ടാ സാധനം തീർന്നു. നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഇവന്റെ പറഞ്ഞു പോലെ തേവരാണ് സത്യം. ആ കണിയാൻ ചേട്ടനും പരമനും കൂടെ. നിന്റെ അമ്മയുടെ പരമൻ ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞൂടെ? ചേട്ടൻ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ഇതും കൂടെ അങ്ങോട്ട് നടന്നാട്ടെ. ചേട്ടൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ സാധനമായിട്ട് അങ്ങെത്താം. അത് ശരിയാ, മീൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടി നിന്റെ ചാപ്പാട്. മീൻ വറുത്തത് ഒന്നാം തരം. തങ്കമ്മ വറുത്തായിരിക്കും. അതിനെതിരി പുളിക്കും. ഇതുപോലെ മീൻ വറുത്തെടുക്കണെങ്കിലേ അവളിന് 7 ജന്മം ജനിക്കണം. എന്റെ ബമ്പർന്നുള്ള കൈകൊണ്ട് എന്തു വെച്ചാലും അതിന് ബഹുരുചിയാ. അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. നീ ചെന്നേ ആ മീൻകറി ഇങ്ങ് എടുത്തോണ്ട് വാ. പാവമാ, പക്ഷേ എങ്കിൽ മഹാമൂശേട്ടയാ. നീ ഇന്ന് ഇത്തിരി ഒഴിച്ചു കൊടുത്തില്ലയോ? അതിന് സന്തോഷ. പിന്നെ ശരിക്ക് തീറ്റി തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷ. തിന്നിട്ട് വരാടാ കൊഞ്ഞ. പോരാ കൊത്തൂതി കൊട്ടൂടി അണ്ണാന്ന് കിട മരപ്പെട്ടി. പോട്ടക്ക അവൻ അറിവില്ലാത്തവനല്ലയോ? നീ അതില്ലാത്ത അക്ക വല്ലതും കഴിക്ക്. വയറ് കത്തത്തില്ലയോ? മറ്റവൻ ശകലം ചെന്നിട്ടുണ്ടകത്ത്. എന്റെ മോള് വന്നാലേ ഞാൻ വലുതും കഴിക്കും. അവളില്ലെങ്കിൽ എനിക്ക് തിന്നാൽ ഇറങ്ങത്തില്ല. ഒന്നുകൂടെ ഒഴിക്കട്ടോ അക്ക, ശരീരത്തിന് നല്ലതാ. എന്നാലും അക്ക കൂടി കൊച്ചു ചെന്ന എഞ്ചിരി. തങ്കമ്മ എവിടെയാക്ക? അങ്ങനെട്ടോ അങ്ങനെ കേറി കാണും. ഇപ്പൊ വരും. നീ വിളിച്ച് അടിക്കും മോനെ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. വെള്ളം കൈയൊന്ന് എഴുതട്ടെ. അല്ല ചേട്ടൻ നിർത്തിയോ? ഞാൻ നിർത്തി. തീർന്നു.